Welcome to Asha's Academy. Let us discuss about anticoagulants today. As you all know, anticoagulant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോംബസ് ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ക്ലോട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല, ഫർദറായിട്ട് ക്ലോട്ട് ഉണ്ടാവാൻ അനുവദിക്കത്തുമില്ല. കോമൺലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ അഞ്ചൈന, MI ഉള്ള പേഷ്യൻസ്, പൾമണറി എംബോളിസം ഉള്ള പേഷ്യൻസ്, ത്രോംബോസിസ് ഉള്ള പേഷ്യൻസ്, DVTക്ക് ഇതിനകത്തെല്ലാം നമുക്ക് ആൻറ്റികോയാഗുലൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ആൻറ്റികോയാഗുലൻസ് കോമൺലി ബോഡി യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ഹെപ്പാരിനും രണ്ട് വാർഫാറിനും. ഹെപ്പാരിൻ തന്നെ രണ്ട് ടൈപ്സ് ആണ്, ഒന്ന് അൺഫ്രാക്ഷനേറ്റഡ് ആയിട്ടുള്ള ഹെപ്പാരിനും രണ്ട് മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനും ഉണ്ട്. അൺഫ്രാക്ഷനേറ്റഡ് ഹെപ്പാരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാരിൻ സോഡിയം ആണ് അതിൻ്റെ എക്സാമ്പിൾ. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ബൈൻഡിങ് കപ്പാസിറ്റി പ്ലേറ്റ്ലെറ്റ്സിനോട് വളരെ കൂടുതലാണ്, അതുപോലെ ആൻറ്റി ത്രോംബിനോടും വളരെ കൂടുതലാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട്, ബ്ലീഡിങ് ടെൻഡൻസി വളരെ കൂടുതലാണ് അതിനകത്ത്. പക്ഷേ ലോ മോളിക്കുലർ വെയിറ്റ് പേര് പോലെ തന്നെ മോളിക്കുലർ വെയിറ്റ് വളരെ കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റിനോടുള്ള ഇൻഹിബിഷൻ വളരെ ലോവേർഡാണ്. ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ത്രോംബിനോട് മാത്രമേ കൂടുതലായിട്ടുള്ളൂ. അപ്പം ഹെപ്പാരിനെ അപേക്ഷിച്ച് ബ്ലീഡിംഗ് റിസ്ക് ലോ മോളിക്കുലർ വെയിറ്റിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഹെപ്പാരിൻ ആണെങ്കിലും ലോ മോളിക്കുലർ വെയിറ്റ് ആണെങ്കിലും, ലോ മോളിക്കുലർ വെയിറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇനോക്സോപാരിൻ, ഡാൽട്ടിപാരിൻ എന്നൊക്കെ പറയുന്നതാണ്. അപ്പം ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നഴ്സസിൻ്റെ പ്രത്യേകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൽ APTT നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, APTT എന്ന് വെച്ചാൽ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മുതൽ 36 സെക്കൻഡുകളാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്യൂഷനൊക്കെ ഹെപ്പാരിൻ പോകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് 1.5 മുതൽ 2.5 ടൈം കൺട്രോൾ വാല്യൂവിലൊക്കെ ആയിരിക്കും APTTയുടെ ലെവൽ. ഇത് അതിൽ കൂടുതലായി പോയി കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡിങ് അലേർട്ട്, അതായത് ഇപ്പോൾ APTT നമുക്ക് കിട്ടുന്നത് 90 സെക്കൻഡോ അല്ലെങ്കിൽ അതിൽ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ബ്ലീഡിങ് അലേർട്ടാണ്. പേഷ്യൻറ്റിനെ പെട്ടെന്ന് ഡോക്ടറെ നോട്ടിഫൈ ചെയ്തിട്ട് ഡോസ് താഴോട്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ APTT ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 60 സെക്കൻഡിൽ താഴെയുള്ളതാണ് APTT ലെവലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല പേഷ്യൻറ്റിൽ. അപ്പം അതും നോട്ടിഫൈ ചെയ്തിട്ട് ഡോസ് കൂട്ടേണ്ട ആവശ്യമാണ്. അതുപോലെ അടുത്തതായിട്ടുള്ളൊരു നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് സൈൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെമച്ചൂറിയ ഉണ്ടോ, എപ്പിസ്റ്റാക്സിസ് ഉണ്ടോ, ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പേഷ്യൻറ്റിൽ നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ പോകുന്ന ഒരു പേഷ്യൻറ്റിൽ നമ്മൾ ആദ്യത്തെ പീരീഡിൽ ഇനിഷ്യലി 4 മുതൽ 6 മണിക്കൂർ ഫ്രീക്വൻസിയിൽ APTT ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് ഡെയിലി ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ കൺട്രോളർ ഉപയോഗിച്ചിട്ടേ നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടിനും, ലോ മോളിക്കുലർ വെയിറ്റിനും ഹെപ്പാരിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റിഡോട്ടാണ് പ്രോട്ടാമിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ. അത് ബ്ലീഡിങ് അലേർട്ട്സും ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസും ഒക്കെ വളരെയധികം കുറയ്ക്കും. ഇനി നമുക്ക് വാർഫാറിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോകാം. അത് ഓറൽ സോഴ്സ് ഉണ്ട്. വാർഫാറിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ കെയുടെ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലഡിൽ പേഷ്യൻ്റെ ചെക്ക് ചെയ്യേണ്ടത് PT-യും INR-ഉം ആണ്. PT നോർമൽ വാല്യൂ ആസ് യു ഓൾ നോ ഇറ്റ് ഇസ് 9.6 to 11.8 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അത് ഈ വാർഫാറിനൊക്കെ കിട്ടുന്ന പേഷ്യൻസിന് അത് 1.5 മുതൽ 2 ടൈംസ് ഓഫ് കൺട്രോൾ വാല്യൂ ആയിരിക്കും PT-യുടെ ലെവൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ INR-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.3 to 2 ആണ് നോർമൽ. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി അപ് ടു 2 to 3 വരെ വരാം, അല്ലെങ്കിൽ ഹെവി ഡോസൊക്കെ ആണെങ്കിൽ 3 to 4 വരെയൊക്കെ വരും. അതിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്ലീഡിങ് അലേർട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ ഡോസ് റെഗുലേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ K ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വാർഫാറിൻ എടുക്കുന്ന പേഷ്യൻറ്റ് നഴ്സസ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കരുതെന്ന്. കാരണം അതിനകത്ത് കൂടുതലായിട്ട് വൈറ്റമിൻ K ഉണ്ട്. അപ്പോൾ വാർഫാറിൻ എടുക്കുമ്പം ഈ വെജിറ്റബിൾസ് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻറ്റിഡോട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർഫാറിൻ്റെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഈ പേഷ്യൻറ്റിന് കിട്ടുന്നില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻറ്റ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് വളരെ ഷോർട്ടായിട്ട് ആൻറ്റികോയാഗുലൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. താങ്ക് യു. വെൽക്കം ടു ആഷാസ് അക്കാഡമി.